പാദപീഠത്തിനടുത്ത് വരുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി വിശ്വസ്തകൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പല പ്രിയപ്പെട്ട യാത്രകളായിരുന്നല്ലോ ദൈവക്ഷേമത്തോടെ എൻ്റെ മക്കളെ എത്തിച്ച് നമ്മളിലേക്ക് തുടങ്ങുവാൻ കാലാവസ്ഥ പ്രതികൂലം ഉള്ളതുകൊണ്ട് എങ്കിലും നമുക്ക് ചില മിനിറ്റുകൾ ധ്യാനിച്ച് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളായി നാം പഠിച്ചു വരുന്ന ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 2 വേഴ്സ് 5. എബ്രായർ 2:5. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നമുക്കായി ഒരുക്കുന്ന ഭാവി ലോകം എന്നുള്ളതായിരുന്നല്ലോ ചില ആഴ്ചകളായി നാം ചിന്തിച്ചു വരുന്നത്. ആ ഭാവി ലോകത്തിൽ പോകുന്ന നാം ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. കഴിഞ്ഞ 3 ആഴ്ചകളായി നാം എന്ന വിഷയത്തെ കുറിച്ച് നാം പഠിച്ചു. അല്ലെങ്കിൽ എപ്പോൾ നോക്കണം, ഞാൻ എന്ന മനുഷ്യനകത്തുള്ള 3 വസ്തുതകളായ മനുഷ്യന്റെ ആളത്വം, വ്യക്തിത്വം, ഇതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചു വരികയായിരുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ 3 ആഴ്ചകളിൽ നാം ധ്യാനിച്ചു. ഇനിയുള്ള ചില ആഴ്ചകളിൽ നാം പോകുന്ന സ്വർഗത്തെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. നാം പ്രത്യാശിക്കുന്ന ഭാവി ലോകം, ഈ ലോകത്തിലെ താൽക്കാലികമെല്ലാം മാറിയിട്ട് ദൈവമക്കളുടെ ഏറ്റവും വലിയ വിജയകരമായ പ്രത്യാശ, the glorious hope that we are going to step in towards a glorious land. One day we will be over there. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സ്തോത്രം. നാളെ എങ്ങനെ ജീവിക്കും എന്നല്ലാത്ത ഉറപ്പിച്ച പോലെ നാളത്തെ വിഷയമല്ല നമ്മുടെ വലിയ വിഷയം, നിത്യതയിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. അത് തലമുറകളായി ദൈവം നമ്മുടെ സങ്കേതമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് we are going to stand the eternity in their eyes. അവരുടെ കണ്ണുകളിൽ നിത്യത പ്രതിഫലിപ്പിക്കുന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ നാം നമ്മുടെ സ്വർഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവസഭകളിൽ നിന്ന് എല്ലാ ആഴ്ചയും പറഞ്ഞ ഏറ്റവും മുഴങ്ങി കേൾക്കേണ്ട വിഷയം മാനസാന്തരവും ഈ സ്വർഗീയ വിഷയങ്ങളൊക്കെയാണ്. പലപ്പോഴും നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് തിരുവചനമൊക്കെ നന്നായി പഠിച്ച് എല്ലാം അറിയാമെന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ട് പലപ്പോഴും നാം സ്വർഗത്തെ അതിന്റെ വസ്തുതകളെയും അവഗണിക്കാറുണ്ട്. അതിന് ഓർമ്മിച്ച പോലെ we have to consecrate each and every day so that we can step towards the glorious land. എപ്പോഴും നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. വിശുദ്ധിയിൽ ദൈവഭയത്തെ തികച്ചുകൊള്ളുക. That was the theme for our conference. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക എന്ന് പറഞ്ഞ വിശുദ്ധിയിലാണ് ദൈവഭയത്തെ തികയ്ക്കേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ നോക്കുക. ഇന്ന് രാവിലെ നമ്മുടെ സ്വർഗം എവിടാണ്? സ്വർഗം 2 വന്നിട്ടില്ല. എന്തായാലും ഇവിടെ ഇരിക്കുന്നവരുടെ സ്വർഗം എവിടാ? ഓക്കെ, തലയ്ക്ക് മുകളിലാണ്. നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ. നമുക്ക് കയ്യെത്താവുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എന്താ പറയും? നമ്മുടെ തലയ്ക്ക് മുകളിലാണെന്ന് പറയും. ഓക്കെ, മിക്ക മതങ്ങളും സ്വർഗത്തെ കുറിച്ച് ഓരോ അഭിപ്രായങ്ങളാണ്. ചില മതങ്ങളുടെയൊക്കെ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചത്ത് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്സരസുകളും മദ്യവും ഒക്കെ കിട്ടുന്ന ഊറികളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് സ്വർഗം. അതുകൊണ്ടാണ് ഇവരൊക്കെ ചാകാൻ റെഡിയായിട്ട് നടക്കുന്നത്. അവരുടെ മതത്തിന് വേണ്ടി ചാകാൻ നടക്കുന്നതിന്റെ കാരണം ഇവിടെ മരിച്ചാൽ അവർ പോകുന്ന സ്വർഗത്തിൽ അവർ ഇവിടെ ഇല്ലാത്ത പല ഇവിടെ കഷ്ടപ്പെട്ടവർക്കൊക്കെ നമ്മുടെ പറഞ്ഞ വേറെ വേർഷൻ അവർക്ക് കിട്ടും എന്ന് പറയുന്നൊരു സ്വർഗമുണ്ട്. നമ്മുടെ സ്വർഗം എന്താണ്? നമ്മുടെ മൊത്തത്തിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ ക്രൈസ്തവ ലോകത്തിൽ ചൂടെ ആഴമായിട്ട് പറഞ്ഞ പെൻഡക്കോസ്റ്റ്, നമ്മളൊക്കെ 3-ാം തലമുറ 4-ാം തലമുറയൊക്കെയാണ് നമ്മളൊക്കെ കേട്ട് വന്നതും പഠിച്ചതുമായ നമ്മുടെ സ്വർഗം എന്താണ്? ജനറലി വാട്ടി സ്വർഗം വെള്ള സാരിയും വെള്ള ബ്ലൗസൊക്കെ ഇട്ട് വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ കൊടുത്ത് പിന്നെ പാസ്വാങ്ങി ഇതുപോലെയാണ് സ്വർഗത്തിൽ അല്ലെ. വെള്ള മുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കൂട്ടി കിരീടമൊക്കെ തലയിൽ വെച്ച് അതിനകത്ത് ഒത്തിരി മുത്തുകളും സ്വർണ്ണങ്ങളൊക്കെ കാണും. എന്നൊരു റോബോട്ടിന്റെ കൂട്ടി 24 hours ഇരുന്ന് കൈയടിച്ച് പാട്ട് പാടുന്ന ഒരു സ്വർഗമാണ് നാം പലപ്പോഴും സ്വപ്നം കാണാറുള്ളത്. പിന്നെ ഒരു പ്രത്യേകത അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, നെടുവെറുപ്പില്ല, ആരും പ്രശ്നമൊന്നുമില്ല, സമാധാനമായിട്ടിരുന്ന് ഒറ്റ പാസ്റ്ററേ ഉള്ളൂ, ഒറ്റ ആരാധനയുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷം. ഇതാണ് നാം പലപ്പോഴും വിഭാവന ചെയ്യുന്ന സ്വർഗം. എന്നാൽ അതിന്റെയൊക്കെ ഇച്ചിരപ്പുറത്ത് ആണ് നാം ഉദ്ദേശിക്കുന്ന സ്വർഗം. സ്വർഗത്തിൽ 24 hours പ്രാർത്ഥനയൊക്കെ ശരിയാണെങ്കിലും തന്നെയും നമ്മുടെ സ്വർഗം എവിടെയാണെന്ന് ഇന്ന് രാവിലെ നാം നന്നായിട്ട് അറിയണം. സ്തോത്രം. ഈ വിശുദ്ധ നാം പോകുന്ന സ്വർഗം എവിടാണ്, എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയണമെങ്കിൽ തിരുവചനം നന്നായി പഠിക്കണം. നാം പലപ്പോഴും കേട്ട പ്രസംഗങ്ങളും വായിച്ച പുസ്തകങ്ങളുള്ള ചെറിയ അറിവുകൾ എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഇന്ന് രാവിലെ തിരുവചനത്തിന്റെ മർമ്മങ്ങൾ ദൈവദാസന്മാരിലൂടെ നാം കേൾക്കുമ്പോൾ നാം പോകുന്ന സ്വർഗം എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞെങ്കിലേ അവിടെ പോകേണ്ടവരുടെ യോഗ്യത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി പണിതല്ല സ്വർഗം. അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒത്തവണ്ണം ഭൂമിയിൽ ജീവിക്കുന്നവരെയാ ദൈവ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. ഇന്നലെ ദിവസം പറഞ്ഞ പോലെ അകത്തുള്ള ആത്മാവിന്റെ തിടുക്കം വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുവാനാണ്, ആത്മാവിനെ കൊണ്ടുപോകുവാനുള്ള ആ സ്വർഗത്തിലേക്ക് നാം എങ്ങനെ പ്രാഗൽഭ്യമായി ജീവിക്കണം. നമ്മ പറഞ്ഞാലേ എവിടാന്ന് ചോദിച്ചോടെ പറയും സ്വർഗം എവിടാ? മുകളിലാന്ന് പറയും. തെറ്റാണ്
പറഞ്ഞിരുന്ന ഈ മുകളില് താഴെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊച്ചു ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആപേക്ഷികമാണ്. ജസ്റ്റ് ഒരു നമ്മൾ പറയുന്ന പോലെയുള്ള ഇന്നൊക്കെ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സ്വർഗം എവിടാണ്? ഭൂമിയെ സംബന്ധിച്ച്, ദൈവത്തിനെ സംബന്ധിച്ച് ആകാശത്തിലെ സകല നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തിലെ സകലത്തെയും നിർമ്മിച്ച നക്ഷത്രങ്ങളുടെയും ഒക്കെ പേര് വിളിക്കുന്ന ദൈവത്തിന് ഭൂമി എന്ന ഈ സ്ഥലത്തിന് ഞാനും നിങ്ങളും പാർക്കുന്നതിന് ഒറ്റ പേരില് ഈ ഭൂമിക്ക് വരെയുള്ളൂ. ഞാനും നിങ്ങളും പാർക്കുന്നു എന്ന ഒറ്റ ഭൂമിയെ അവൻ മനുഷ്യന്റെ പാർപ്പിന് നൽകിയിരിക്കുന്നു. അല്ലാതെ ഒറ്റ ക്വാളിറ്റി ഭൂമിക്ക് പറയുവാനില്ല. സ്തോത്രം. അപ്പം നാം പാർക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമ്മുടെ മക്കൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കേൾക്കുക. പലർക്കും നാട്ടിലുള്ളവർക്ക് പറഞ്ഞിട്ട് നോക്കിയ ഒരു കമ്മ്യൂണിസ്റ്റാണ് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിൽ അമേരിക്ക തന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞാലും അമേരിക്ക നോർത്ത് മിഷന് വേണം. ഇപ്പൊ ഒബാമ അത്രയും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ എന്ത് എവിടെ വെള്ളം പൊങ്ങിയാലും മഴ പെയ്താലും കാറ്റടിച്ചാലും പമ്പയാറ്റി വെള്ളം പൊങ്ങിയാലും പറയും അത് ബുഷിന്റെ കുഴപ്പം കൊണ്ടാന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനകത്ത് അമേരിക്കയുടെ വിരോധാൽ പലരുടെയും പലരുടെയും മക്കൾ അമേരിക്കയിൽ പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വലിയ വിരോധമൊന്നും അമേരിക്കയോടില്ല. അപ്പം കർത്താവിന് തന്റെ മക്കൾ ഈ ഭൂമി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വലിയ വിരോധമൊന്നും ഇല്ലാത്തത്. ഈ ഭൂമിയോട് ഒരു വിരോധമൊന്നും ഇല്ലാത്തത്. ഇനി നശിപ്പിക്കട്ടെന്ന് പറഞ്ഞതിന്റെ കാരണം തന്റെ സൃഷ്ടിയായ ജനം ഇവിടെയുണ്ട്. അപ്പം സ്വർഗം മുകളിലാണ് എന്നൊരു ധാരണ നമുക്കൊണ്ട് ശരിയാണ്, മുകളിലാണ്. എന്നാൽ ഒന്നും കൂടെ എടുത്തു പറയുവാനാണ് ഇതിനാണ് താല്പര്യപ്പെടുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉച്ചയ്ക്ക് കാണുന്ന സൂര്യൻ രാവിലെ എവിടെ ആയിരിക്കും? 12 മണിക്ക് കഴിയുമ്പോൾ തലയ്ക്ക് മുകളിലോട്ട് നോക്കി ഞാൻ കണ്ട സൂര്യൻ കുറച്ച് കഴിയുമ്പോൾ എവിടെ ആയിരിക്കും? പടിഞ്ഞാറല്ല, എവിടെ ആയിരിക്കും? 12 മണിക്ക് കഴിയുമ്പോൾ എവിടെ ആയിരിക്കും? സൂര്യൻ എവിടെ ആയിരിക്കും? പറഞ്ഞു കഴിയുമ്പോൾ ഭൂമിക്കടിയിലായിരിക്കും, മറുവശത്തായിരിക്കും. അപ്പൊ മുകളിൽ അത് വരുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യ ഇപ്പൊ ഈ നമ്മൾ പാർക്കുന്ന ഭൂമിക്ക് അകത്തല്ല, പിന്നെ എവിടാ? അത്യാവശ്യം കണക്കൊക്കെ അറിയാനുള്ളൂ. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്നത്, നമ്മൾ ഈ പാർക്കുന്ന ഭൂമിയുടെ പുറം പരപ്പില അകത്തെന്താണ് 4 പേര് നോക്കി നമ്മൾ ഏറ്റവും കൂടുതൽ പോയി ആഴം എത്ര അറിയാം? ഞാൻ എന്റെ ഭാഷയിലാണ് പറയുന്നത്. നമ്മുടെ രക്തബന്ധങ്ങളോ ചാച്ചക്കാരെ ഈ ഭൂമിക്കടിയിൽ എത്ര ആഴത്തിൽ വരെ പോയിട്ടുണ്ട്? 6 അടി. അതിൽ കൂടുതൽ ആരും പോകാറില്ല. അതിൽ കൂടുതൽ പോകേണ്ട താല്പര്യവും നമുക്കില്ല. മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിക്കാൻ പോയിക്കോട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഹൗ മച്ച് ഡീപ് യു വാണ്ട് ടു ഗോ? 6 അടി മണ്ണ് വരെ നമുക്ക് മതി. അപ്പം തലയ്ക്ക് മുകളിലാന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. എനിക്കറിയാവുന്ന സാഹചര്യത്തെ പറയുന്നത് ചന്ദ്രൻ തലയ്ക്ക് മുകളില. ഇനി ചന്ദ്രനെ കൊണ്ട് താഴോട്ട് കുടിഞ്ഞു നോക്കണം ഭൂമിയിലുണ്ടെങ്കിൽ. അവരോട് ചോദിച്ചിട്ടുണ്ടോ? അവിടെ നിന്നുകൊണ്ട് ഭൂമിയെ മുകളിലോട്ടാണ് നോക്കേണ്ടത്. ചന്ദ്രന്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ താഴോട്ട് ഇങ്ങനെ പിക്ചർ എടുക്കുകയല്ല. ഇവിടുന്ന് റോക്കറ്റ് അങ്ങോട്ട് പോയ പോലെ തന്നെ ഭൂമി വരാൻ വേണ്ടി റോക്കറ്റ് അവിടുന്ന് മേലോട്ടാ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ പ്രദക്ഷിണം നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും അതിന്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മൾ പറയുന്ന എല്ലാ ഗ്രഹങ്ങളും ആ ഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിലായിരിക്കും നമ്മളും. അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് ഇന്നിടത്താണ്, മുകളിലാണോ താഴെയാണോ എന്നുള്ള വിഷയം. എന്നാൽ വചനം പറയുന്നുണ്ട് ഈ ദൈവത്തിന്റെ സിംഹാസനം എവിടാണ്. അതാണ് ഇന്ന് രാവിലെ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. വേറെ പുസ്തകത്തിലില്ലാത്ത എത്രയോ കാര്യങ്ങൾ സത്യമാണെന്ന് പഴയ കാലത്ത് നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. സ്തോത്രം. യേശു പുൽക്കൂട്ടി ജനിച്ചു, യേശു രാത്രിയിലാണ് ജനിച്ചത്. നമ്മൾ ചോദിക്കാറില്ല, പ്രസംഗിക്കാൻ അവളും ചോദിക്കാറില്ല, ബൈബിൾ വായിച്ചത് വായിക്കുന്ന സമയം നമുക്കില്ല, നമ്മുടെ സമയമില്ല നമുക്ക്. യേശു പുൽക്കൂട്ടിലാണ് ജനിച്ചത്, യേശു രാത്രിയിലാണ് ജനിച്ചത് എന്നൊക്കെ വായിക്കാറുണ്ട്. 3 വിദ്വാൻമാരാണ് യേശുവിനെ കാണാൻ വന്നത് എന്നൊക്കെ നമ്മൾ 3 കാഴ്ചവസ്തു വെച്ചുകൊണ്ട് മഗ്ദല മറിയം അല്ലെങ്കിൽ വേശ്യയായിരുന്നു അങ്ങനെയൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. കാരണം അത് കിട്ടുന്ന വായിക്കുന്നത് പറയല്ലേ, നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. യേശുവിന്റെ കാല് കണ്ണുനീരോട് കഴുകിയത് മഗ്ദല മറിയമായിരുന്നു എന്നൊക്കെയുള്ള പല വിശ്വാസങ്ങളും ക്രിസ്തുവിനെ പിന്നെ എന്താ പോലെ വളർത്തും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിനെ പല പോലെ തഴയ്ക്കും എന്നൊക്കെ നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പോയിക്കോട്ടെ. ഇങ്ങനെ സ്വർഗം എവിടാണ്? അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ സമയം പറഞ്ഞു നിർത്തുക. സ്വർഗം എവിടാണ്? ഇത് അറിയാവുന്ന ഒറ്റ വ്യക്തിയുള്ളതാണ്. ആദ്യത്തെ ആരായിരുന്നു? സ്വർഗത്തിൽ ഉണ്ടാകുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. വായിച്ചാട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് മേലുള്ള സിംഹാസനം വെക്കുവാൻ താല്പര്യം തോന്നി. താൻ പറയുകയാണ്, ഞാൻ അവിടെ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പൊ നോക്കണം, പുള്ളി താല്പര്യം ഉണ്ടായിരുന്നു അവിടെ പോകാൻ. സ്വർഗത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ വെക്കാൻ താല്പര്യം. സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മീതെ വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നാലും. അപ്പൊ നോക്കണം, ഉത്തര ദിക്കിലായിരുന്നു അപ്പോൾ എന്ത്? സ്വർഗം. ദൈവത്തിന്റെ സിംഹാസനം വെച്ച്. ഉത്തരം പറയതാ, ഉത്തരം പറഞ്ഞാൽ നോർത്തല്ലേ? ഉത്തര ദിക്കിലിരുന്ന്